ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈവനിങ് വ്ളോഗായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇത് നമ്മളെ മടക്കര പാലമാണ്. നമ്മൾ കണ്ണൂരേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 പാലം കടന്നിട്ടാണ് നമ്മൾ കണ്ണൂരെത്തുക. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളെ നാട്. നമ്മളെ നാട്ടിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പെറ്റ് സ്റ്റേഷനിലൊക്കെ. എൻ്റെ വീട്ടിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി. അത്രയും പോകാനുള്ളൂ. നടന്നിട്ട് പോകേണ്ടൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ. കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പെറ്റ് സ്റ്റേഷൻ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് അറിയിക്കണം. പിന്നെ നമ്മളെ നാട് കാണാൻ എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻ്റ് അറിയിക്കണം. പിന്നെ ഇത് നമ്മളെ വളവട്ടണം പാലെത്തുന്നതിന് മുമ്പുള്ള ഒരു ബ്ലോക്കാണ്. എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. കണ്ണൂർ പോകാൻ തന്നെ മടി ഇതാണ്. കണ്ണൂർ പോക്കേ ഇല്ല. കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ കണ്ണൂരേക്ക് പോകുന്നത്. ഈ ബ്ലോക്ക് കാരണം നമുക്ക് അവിടെ എത്താൻ വേണ്ടി കുറേ ടൈം എടുക്കും. ആകെ ഒരു 45 മിനിറ്റ് ശരിക്കും ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് കണ്ണൂരേക്ക് എത്താൻ വേണ്ടത്. പക്ഷേ ഈ ബ്ലോക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും കണ്ണൂരെത്താൻ വേണ്ടി. പിന്നെ ഇന്ന് കുറച്ച് ബ്ലോക്ക് കുറവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇത് വളവട്ടണം പാലം, 4ാമത്തെ പാലമാണ്. നമ്മളെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ പാലമാണ് ഇത്, വളവട്ടണം പാലം. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ സ്ഥലം കാണാൻ വേണ്ടി. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരേ ഉള്ളൂ, മാടായിപ്പാറ. കാക്കപ്പൂ കാണാൻ വേണ്ടി എല്ലാ സൺഡേയും കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു ഈവനിങ് വ്ളോഗും ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ എക്സ്പോൻ്റെ ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഒരു 40 രൂപ വാങ്ങുന്നുണ്ട് കേട്ടോ. പാർക്കിങ്ങിന് ഒരു 40 രൂപയും പിന്നെ ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. അത് 5 വയസ്സിന് മുകളിലെ ആൾക്കാർക്ക്, കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ 120 രൂപയാണ് ഇത് വരുന്നത് എൻട്രി ഫീ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രം ഉണ്ട്. നല്ല ഭംഗിയുള്ള സെറ്റായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ചെറിയ മോൾ കരച്ചിലാണ്, അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് അവൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പോകണം. പിന്നെ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ അടിച്ചിട്ടതാണ് കേട്ടോ. അടിച്ചു കൊടുത്ത ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ പാട് കയറുന്നത് 25-നാണ്, ഓഗസ്റ്റ് 25-നാണ് ഇത് തുടങ്ങിയത്. 35 ദിവസമാണ് ഇത് നീണ്ടു നിൽക്കുന്നത് ഈ ഒരു എക്സ്പോ. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എക്സ്പോ ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള സെറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ എൻ്റെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇതിനൊക്കെ കണ്ടിട്ട്. ഡമ്മിയൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു പേടി, ജീവിയാണോ എന്നുള്ളൊരു പേടി, ജീവനുണ്ടോ എന്നുള്ളൊരു പേടി കൊണ്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു, ചെറിയ മോൾക്ക്. 3 കുട്ടികളാണ് എനിക്ക്. മൂത്തത് മോനും ബാക്കി 2 പെൺകുട്ടികൾ. പിന്നെ ഇവിടെ കുറേ ആളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരായിരിക്കും ഇതിനുള്ളിൽ. നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല, വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഒന്നും നമുക്ക് തൊട്ടിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത് അവർ തൊടാനൊന്നും വിടുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് തൊട്ടിട്ടൊക്കെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. സെറ്റിട്ടതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികളെയും കൂട്ടിയിട്ട് പോകാൻ പറ്റിയൊരു എക്സ്പോ തന്നെയാണ്. ഇതിനുള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ജീവികളെയും ഇതിൻ്റെ ഒക്കെ ഡെമോ എനിക്ക് പേരൊന്നും അറിയില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് മുകളിലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് ഉപ്പാക്ക് പോസ് ചെയ്ത് നിന്നെടുത്തതാണ്. പെൻഗ്വിനൊക്കെ ഉണ്ട്. പെൻഗ്വിനൊക്കെ നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട്. അത് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തിട്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ ഈ ഐസ് പോലെ ആക്കിയതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കളർ മാറുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോയിൽ കളർ ചേഞ്ച് ആയിട്ട് കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വാ. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. നിങ്ങൾ കണ്ടിട്ട് വാ. ഞാൻ ലാസ്റ്റ് വരുന്നതായിരിക്കും.
അങ്ങനെ ഇതോടെ കഴിഞ്ഞിട്ടാ. നമ്മൾ ഇതിനേക്കാളും പ്രതീക്ഷിച്ചിരുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രതീക്ഷിച്ചതിൽ ഇല്ലാത്തത് കൊണ്ടുള്ളൊരു നിരാശ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാ എക്സ്പോയിലും ഉണ്ടാകുന്നത് പോലെ ഇതുപോലെ ചെറിയ റേറ്റിലുള്ള കുറേ പാത്രങ്ങളും സ്പൂണും ബാക്കി കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധാ ഉണ്ടാകുന്ന പോലെ എക്സിബിഷൻ ഇത് റൈഡൊക്കെ കുറേ തരം റൈഡൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. നമ്മളതിലൊന്നും കയറാൻ നിന്നില്ല. പിന്നെ മോള് മാത്രം ഒരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. വേറൊന്നിലും നമുക്ക് കയറാൻ നിന്നില്ല. ചെറിയ മോൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായതുകൊണ്ട് പിന്നെ ഒരുപാട് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീടെടുക്കുന്നതിന് മുമ്പ് കുറേ റേറ്റൊക്കെ ചോദിച്ച് ഇതൊക്കെ നോക്കാറുണ്ട്. കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. ഇപ്പോൾ അങ്ങനെ ആ കാര്യമൊന്നും നോക്കാറേ ഇല്ല. ഇപ്പം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരിലേക്കും എത്തും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ എത്തില്ല. ഇത് 30 രൂപ 20 രൂപേൻ്റെയൊക്കെ കാതിലാണ് കേട്ടോ കമ്മൽ. നല്ല ഭംഗിയുണ്ടതിന്. ഇതാ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 20 രൂപേൻ്റെ കമ്മലാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കയ്യിലെടുത്തതേ ഉള്ളൂ. അത് കയ്യിൽ വേറൊരു കമ്മൽ കാണിക്കുന്നുണ്ട്. അത് 30 രൂപേൻ്റെ. അത് മൂക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കിൽ സ്റ്റോണ് റെയിൻബോ പോലെ സ്റ്റോണായിട്ടുള്ളൊരു കമ്മലെടുത്തിട്ടുണ്ടായി. സ്റ്റഡ് ഹാങ്ങിങ് ആയിട്ടുള്ളൊരിത് ഇത് ഈ ബ്ലാക്ക് ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും അധികം എടുക്കാൻ നിന്നിട്ടില്ല.